18ാം ലോക്സഭയിലെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വിവിധ എംപിമാരുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞകളാണ്. പക്ഷേ സത്യപ്രതിജ്ഞയിൽ ഭരണഘടനാ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ വന്നു ചേർന്നത് വളരെ മോശമായിപ്പോയി. അത് BJPയുടെ ഭാഗത്തു നിന്നും പിന്നീട് അസറുദ്ദീൻ ഉവൈസിയുടെ ഭാഗത്തു നിന്നുമാണ്. അസദുദ്ദീൻ ഉവൈസി പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ നാമം സത്യപ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം ജയ് ഭീമെന്നും ജയ് തെലങ്കാന എന്നും ജയ് ഫലസ്തീനുമെന്ന് പറഞ്ഞതാണ് സംഘികളെ ചൊടിപ്പിച്ചത്. BJPയുടെ എംപിമാരാവട്ടെ ഹെഡ്ഗവാറിന് ജയ് വിളിച്ചും അതേപോലെ തന്നെ ജയ് ശ്രീരാം എന്ന് വിളിച്ചും അതേപോലെ തന്നെ ജയ് ഹിന്ദു രാഷ്ട്ര എന്ന് വിളിച്ചുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയതെങ്കിൽ ആ BJP എംപിമാർ രാജ്യസ്നേഹികളും ഉവൈസി രാജ്യദ്രോഹിയുമാണ് എന്നാണ് സംഘികളുടെ വാദം. സംഘപരിവാർ പറയുന്നത് ഉവൈസി ജയ് ഫലസ്തീൻ എന്ന് വിളിച്ചു എന്നാണ്. ഫലസ്തീന് ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യമാണ്. വർഷങ്ങളായി ഫലസ്തീന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ നിന്ന് ഒരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ല. ഇനി സംശയമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. We are very clear on Palestine. We support, sir, a two-state solution. We want a two-state solution with the two states living peacefully side by side. Some of the members suggested somewhere that our support or empathy for the Palestinians had changed. In fact, our financial support for the Palestinian refugee welfare BJP നേതാക്കളും ഉവൈസിയും നടത്തിയ സത്യപ്രതിജ്ഞയിലെ ആ മുദ്രാവാക്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. के कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा. श्यामा प्रसाद मुखर्जी जिंदाबाद, दीनदयाल उपाध्याय जिंदाबाद, अटल बिहारी वाजपेयी जिंदाबाद, नरेंद्र मोदी जिंदाबाद. ഡോക്ടർ ഹെഡ്ഗവാർ ജിന്ദാബാദ്. ഇതിലെവിടെയാണ് ജയ് ഹിന്ദ് എന്ന് വിളിച്ചത്? ആരെങ്കിലും കേട്ടോ? ജയ് ഹിന്ദ് വിളിച്ചില്ല. ഹെഡ്ഗവാർക്കാണ് ജയ് വിളിച്ചത്. ഉവൈസി ജയ് ഹിന്ദ് എന്ന് വിളിച്ചില്ല എന്ന് പറയേണ്ട, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് സംഘപരിവാറുകാർ ബഹളം വെക്കുന്നത്. ഇപ്പോൾ കണ്ടത് അതിൽ ജയ് ഹിന്ദ് വിളിച്ചോ? ജയ് ഹിന്ദ് വിളിച്ചില്ല. പക്ഷേ ഇയാൾ രാജ്യസ്നേഹിയും ഉവൈസി രാജ്യദ്രോഹിയുമായി പോയി. ഇനി നമുക്ക് മറ്റുള്ള വീഡിയോ ഒന്ന് കണ്ടു. ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगा. जय हिंदू राष्ट्र, जय भारत. नहमदुहु व नुसल्ली अला रसूलिल करीम अम्मा बाद फ़ाऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम. मैं असदुद्दीन ओवैसी, जिसे लोकसभा का रुकन मुंतखब किया गया है, अल्लाह के नाम से हल्फ उठाता हूँ कि मैं भारत की आइन पर जो क़ानून के मुजब तय पाया है एतक़ाद रखूँगा, उसका वफ़ादार रहूँगा. मैं भारत के इक़्तिदार आला और सालिमियत को बरकरार रखूँगा और जिस ओहदे को मैं संभालने वाला हूँ इसके फ़राइज़ और वफ़ादारी से अंजाम दूँगा. जय भीम, जय मीम, जय तेलंगाना, जय ഫലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ. ഇതിലെല്ലാം ഈശ്വരനാമത്തിൽ ദൈവനാമത്തിൽ എന്നെല്ലാം പറയുന്നത് പോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഒരു ദൈവമാണ്, ഈശ്വരനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞോളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഫലസ്തീനല്ല പ്രശ്നം, അറബി വാക്യങ്ങൾ ഉച്ചരിച്ചത് തന്നെയാണ് സംഘപരിവാറിൻ്റെ പ്രശ്നമായിട്ട് കാണുന്നത്.